എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് നല്ലൊരു അടിപൊളി ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇത് വരുന്നൊരു പാർട്ടി വ്ളോഗ് ഇട്ടിട്ടേ അപ്പോൾ അന്ന് എടുത്ത തന്നെ റെസിപ്പി വീഡിയോ ആണ്. നല്ല ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിക്കോല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ഫസ്റ്റ് തന്നെ ആയിക്കോളെ. വീഡിയോ കണ്ടിട്ട് തന്നെ ഒന്ന് ലൈക്ക് ആയിക്കോളെ. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിതൊരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിന് 8 ഗ്രാമിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തിന്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നല്ല പോലെ ഒന്ന് കുതിരട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് മറ്റുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കസ്റ്റർഡ് വേണം, കുറച്ച് കസ്റ്റർഡ് പൊടി വേണം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൊടി എടുത്തിന്. ഇത് ഒരു പാക്കറ്റ് പാലിനാണ് ഞാൻ ഇത് ഇത്ര എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണെല്ലാം ചേർക്കുന്നവരുണ്ട്. ഞാനിത് 1.5 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇത് ചേർത്തെടുത്തത്. നല്ല ടേസ്റ്റായിട്ടുണ്ടാകും. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒരു 3/4 ഗ്ലാസ്സോളം പാലൊഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു പാക്കറ്റ് പാൽ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിന്. ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചാര ചേർത്തെടുക്കാം. പഞ്ചാര മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം. ഞാനിത് കുറച്ച് മറ്റേ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 4 ടീസ്പൂണിൽ കൂടുതൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് മറ്റേ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്തിട്ടുണ്ടാക്കിയെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും. അപ്പം ഞാൻ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിയെങ്കിൽ മതി. അത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കണം. ഈ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടില്ലേ, പാൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ വേണം. ബട്ടർ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ്. അതുകൊണ്ട് ഒരു 100 ഗ്രാം ബട്ടറാണ് ഒരു പാക്കറ്റ് പാലിന് വേണ്ടിയത്. അപ്പോൾ ഇത് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ അളവിലായിട്ടാണ് ഞാൻ ഇട്ടെടുത്തത്. എന്നിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് തിളക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത്. ഇനി ഇത് ബ്രെഡ് ഒരു 4 ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് ആ സമയത്തേക്ക് നമുക്ക് പാൽ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടോ. ഇനി ഈ പാലിലോട്ട് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ചൈന ഗ്രാസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്തില്ലേ പാലൊന്ന് പിരിഞ്ഞതുപോലെ ആവും. അതൊന്ന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മിക്സിയിലിട്ട് ലാസ്റ്റ് ഒന്ന് അടിക്കാനുണ്ട്. ആ സമയത്ത് തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ചൈന ഗ്രാസ് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് പാൽ മിക്സാക്കി എടുക്കണം. ചൈന ഗ്രാസിലൊന്ന് മെൽറ്റായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ കസ്റ്റർഡ് പൊടി കലക്കി വെച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് കുറുകി വരും. ഈ മറ്റേ കസ്റ്റർഡ് പൊടി ചേർത്തതല്ലേ, അപ്പോൾ ഒന്നിങ്ങനെ കട്ടിയായിട്ട് വരും. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ കൈവിടാതെ ഒന്ന് ഇളക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കട്ടാക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്നെല്ലാം മിക്സാക്കി ഒന്നിങ്ങനെ ഒരു മിക്സായി കിട്ടിയാൽ മതി. അതുപോലെ പിന്നെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് തീ ഓഫാക്കി കൊടുക്കണം. ഞാനിത് തീയെല്ലാം ഓഫാക്കിയിട്ടില്ലേ, ഒന്ന് ഈ തിള വന്ന ആ ചൂടുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുള്ളത്. നല്ല പോലെ ഒന്നും തണുക്കാനൊന്നും കേൾക്കണ്ട. അത് ചൈന ഗ്രാസ് ഇട്ടത് കൊണ്ട് സെറ്റായിട്ട് വന്നു പോകും. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അധികം നമ്മൾ അടുപ്പിൽ വെച്ച് തിളക്കുന്ന സമയമുണ്ടല്ലോ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് കാക്കേണ്ടത്. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഏത് ട്രെയിൽ സെറ്റാക്കി എടുക്കുന്നത് പുഡിങ് സെറ്റാക്കുന്നത് ആ ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇറക്കുന്നത്. ഒറ്റ പ്രാവശ്യം ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്ത് വയ്ക്കുന്നു. അപ്പോൾ രണ്ടാമത് പെട്ടെന്ന് അരച്ചിട്ട് വയ്ക്കണോ, അല്ലെങ്കിൽ അതൊന്ന് സെറ്റായിപ്പോകും. ഞാൻ വയ്ക്കുമ്പോൾ സൈഡെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞില്ലെങ്കിൽ എങ്കിലും പ്രശ്നമൊന്നും ആയില്ല. ഞാനതൊന്ന് മിക്സാക്കി എടുത്തെങ്കിൽ ഈ സ്പൂൺ വെച്ചിട്ട് നല്ല ലെവലാക്കി എടുത്തിന്. നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കി. പുഡിങ്ങിൻ്റെ രാജാവ് തന്നെയല്ലേ പറയുന്നതിനെ, ബട്ടർ പുഡിങ്ങിനെ പറയുന്നതന്നെ പുഡിങ്ങിൻ്റെ രാജാവ് എന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ഉണ്ടല്ലോ, ബദാം പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിസ്തയോ ബദാമോ മറ്റേ അണ്ടിപ്പരിപ്പോ എന്തുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് നല്ല അടിപൊളിയായിട്ടുണ്ടാകും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പുഡിങ്ങാണ്. എങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് എന്നോടെല്ലാം ചോദിച്ചത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് ഇട്ടോളി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും വേണം, ഷെയർ ആക്കിയിട്ടുള്ളൊരു സപ്പോർട്ടും കൂടി വേണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്.